ജസ്ന തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ലോഡ്ജ് ജീവനക്കാരി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജസ്ന ജെയിംസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ നടത്തി മുണ്ടക്കയത്തുള്ള ലോഡ്ജ് ജീവനക്കാരി. ലോഡ്ജിലെ മുൻ ജീവനക്കാരിയാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജസ്നയെ കാണാതാകുന്നതിന് 2 ദിവസം മുൻപ് ജസ്നയോട് സാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ ലോഡ്ജിൽ കണ്ടതായാണ് ഇവർ വെളിപ്പെടുത്തിയത്. ഒരു യുവാവും പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നതായി ഇവർ പറയുന്നു. വാർത്ത പത്രത്തിൽ വന്നപ്പോഴാണ് ലോഡ്ജിൽ കണ്ട പെൺകുട്ടിയാണെന്ന് മനസ്സിലായതെന്നും ലോഡ്ജ് ഉടമ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇതുവരെ പറയാതിരുന്നതെന്നുമാണ് മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം ലോഡ്ജിൽ ജസ്ന വന്നിട്ടില്ലെന്ന് ലോഡ്ജ് ഉടമ പ്രതികരിച്ചു. മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ ശരിയല്ലെന്നും തന്നോടുള്ള വൈരാഗ്യം മൂലമാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി മുൻ ജീവനക്കാരി രംഗത്തെത്തിയതെന്നുമാണ് ലോഡ്ജ് ഉടമയുടെ പ്രതികരണം. 2018 മാർച്ച് 22-നാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതാകുന്നത്. മുക്കൂട്ടത്തറയിൽ നിന്നുമാണ് ജസ്നയെ കാണാതായത്. ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് CBIയും അന്വേഷണം നടത്തിയെങ്കിലും ജസ്ന എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താനായിട്ടില്ല.